മനസ്സിലാകുന്നു. അങ്ങനെ എടുത്തുകൊണ്ട് ആ കാര്യങ്ങൾ തൽക്കാലം ഇന്ന് പറയാൻ ഉദ്ദേശിച്ച കാര്യം തൽക്കാലം ഇപ്പം മാറ്റിവെക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ വന്ന് ബുദ്ധിമുട്ടിയതിൽ ഐ എം വെരി സോറി ഫോർ യു. ഓക്കെ, മീറ്റിംഗ് ഉണ്ട്, അതിൽ ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യും. അത് 11 മണിക്ക്. ആ ഒരു ദിവസത്തിന് ഇന്നത്തെ വൈകുന്നേരത്തിന് ശേഷം തീരുമാനം പറയുന്നതാണ്. അതായത് യുഡിഎഫിന്റെ യോഗം 7 മണിക്കാണല്ലോ. അപ്പൊ അതിനുശേഷം ഒരു സെക്രട്ടേറിയറ്റ് കൊണ്ട് കൂടട്ടെ. പരിഹാരം പ്രതീക്ഷിക്കുന്നുണ്ട്. മാന്യമായൊരു പരിഹാരം പ്രതീക്ഷിക്കുന്നുണ്ട്. യെസ്, നമ്മളിപ്പോൾ PV അൻവറിന്റെ വാക്കുകളാണ് കേട്ടത്. അവിടെ മാധ്യമങ്ങളെ കാണാൻ വേണ്ടി അൻവർ എത്തിയിരുന്നു. പക്ഷെ അൻവർ ഇപ്പോൾ പറയുന്നത്, ഇപ്പോൾ താൻ നിലപാടും അഭിപ്രായവും ഒന്നും ഈ വിഷയത്തിൽ പറയുന്നില്ല. ഇപ്പോൾ യോഗം ചേരാൻ പോവുകയാണ്, തൃണമൂൽ യോഗമുണ്ട്. അതിനുശേഷം കമ്മിറ്റി കൂടിയതിന് ശേഷം 11 മണിയോടുകൂടി നിലപാട് പറയാം എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത്. ഇപ്പോൾ അൻവർ മാധ്യമങ്ങളെ കാണുമെന്ന് നേരത്തെ രാവിലെ തന്നെ അറിയിച്ചത് കാരണം മാധ്യമങ്ങളെല്ലാം അവിടെ വാർത്താ സമ്മേളനത്തിനായി എത്തിയിട്ടുണ്ടായിരുന്നു. അവരോട് മാപ്പ് ചോദിക്കുന്നു. ഇപ്പോൾ തനിക്ക് പറയാൻ കഴിയില്ല, 11 മണിയോടുകൂടി നിലപാട് അറിയിക്കാമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ PV അൻവർ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും വളരെ ആകാംക്ഷയോടെ നമ്മൾ കാത്തിരുന്നതാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം പറയുവാൻ വേണ്ടിയാണോ അൻവർ 9 മണിക്ക് വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിട്ടുള്ളത്, അതോ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയതുപോലെയുള്ള VD സതീശന് എതിരായിട്ടുള്ള കടന്നാക്രമണങ്ങൾ പോലുള്ള വിമർശനങ്ങളൊക്കെ തുടരാൻ വേണ്ടിയിട്ടാണോ എന്നുള്ള ആകാംക്ഷയൊക്കെ ഉണ്ടായിരുന്നു. CV അനുമോദ് ചേരുന്നുണ്ട്. അനുമോദ്, ഇപ്പോൾ ഒന്നും പറയാനില്ല എന്ന് അൻവർ പറയുന്നു, എന്തുകൊണ്ട്? ആര്യ, മുസ്ലിം ലീഗ് നേതാക്കൾ, UDF-ലെ പല നേതാക്കൾ, സാമൂഹ്യ സാംസ്കാരിക മേഖലയിലെ പലരും തന്നെ ഇന്ന് വിളിച്ച് ഇന്ന് പകൽ കൂടി ഒന്ന് കാത്തിരിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ അഭ്യർത്ഥിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് പകൽ കൂടി നിലപാട് പ്രഖ്യാപിക്കുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അതിനോടകം മാന്യമായ ഒരു പരിഹാരം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് വൈകുന്നേരം UDF യോഗത്തിന് ശേഷം ഇന്ന് വൈകുന്നേരത്തിന് ശേഷമാകും ഇനി നിലപാട് പ്രഖ്യാപിക്കുക. അതിന് മുൻപ് തീരുമാനിച്ചിരുന്ന സംസ്ഥാന സമിതി യോഗങ്ങളും മറ്റ് യോഗങ്ങളും ഒക്കെ അതുപോലെ തന്നെ നടക്കും. പക്ഷേ തീരുമാനം പറയുക ഇന്ന് വൈകുന്നേരം UDF-ന്റെ നിലപാട്, UDF അവരുടെ പ്രശ്നപരിഹാര ഫോർമുല അല്ലെങ്കിൽ എന്താണോ അവർ മുന്നോട്ട് വെച്ചിരിക്കുന്ന കാര്യം അത് പങ്കുവച്ചതിന് ശേഷമേ ഉണ്ടാവുകയുള്ളൂ എന്നാണ് PV അൻവർ അറിയിച്ചിരിക്കുന്നത്. അതായത് ഇന്ന് പകൽ കൂടി നിലമ്പൂരിലെ അൻവറിന്റെ സസ്പെൻസ് തുടരും. UDF മുന്നോട്ട് വെച്ച മാന്യമായ പരിഹാരം എന്താണെന്ന് അറിഞ്ഞതിന് ശേഷമേ PV അൻവർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ തന്റെ നിലപാട് ഇനി പ്രഖ്യാപിക്കുകയുള്ളൂ. ഇന്ന് ഒരു പകൽ കൂടി PV അൻവറിന്റെ സസ്പെൻസ് തുടരുമെന്ന്. അതായത് UDF വാതിൽ കൊട്ടി അടച്ചിട്ടില്ല. തീർച്ചയായും പ്രശ്നപരിഹാരത്തിന് ശ്രമം നടക്കുന്നു. അതിനോട് അനുകൂലമായിട്ട് തന്നെ പ്രതികരിക്കുന്നു എന്നാണ് രാവിലെ അദ്ദേഹം ഈ നടത്തിയ 2 മിനിറ്റ് മാത്രം നീണ്ട ഈ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമായിരിക്കുന്നത്. അതായത് UDF നേതാക്കൾ തന്നോട് അഭ്യർത്ഥിച്ചതിനെ താൻ സ്വീകരിക്കുന്നു, മുസ്ലിം ലീഗിന്റെ ഇടപെടൽ താൻ അംഗീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പല സാമൂഹ്യ മേഖലയിലെ പലരും താനുമായി സംസാരിച്ചിരുന്നു. അവരൊക്കെ മുന്നോട്ട് വെച്ച ഈ ഒരു കാര്യം ഇന്ന് പകൽ കൂടി കാത്തിരിക്കൂ എന്നുള്ളതാണ്. അതായത് ഇന്ന് പകൽ കൊണ്ട് ഈ പ്രശ്നത്തിന് ഒരു രമ്യമായ പരിഹാരം ഉണ്ടാകുമെന്ന് UDF-ന്റെ ഭാഗത്തു നിന്നും ഉറപ്പ് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അൻവർ നിശ്ചയിച്ച വാർത്താ സമ്മേളനം അല്ലെങ്കിൽ നിലപാട് പ്രഖ്യാപിക്കാൻ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനം മാറ്റിവെച്ചിരിക്കുന്നത്. ഇന്ന് UDF-ന്റെ നിലപാട് പ്രശ്നപരിഹാരത്തിന് അവർ മുന്നോട്ട് വയ്ക്കുന്ന മാന്യമായ പരിഹാരം എന്താണെന്ന് അറിയട്ടെ. എന്തായാലും മാന്യമായ ഒരു പരിഹാരം ഉണ്ടാകും എന്ന് PV അൻവർ വ്യക്തമാക്കുമ്പോൾ ഇന്ന് ചേരുന്ന യോഗത്തിലും അതിന് അനുസൃതമായ തീരുമാനങ്ങളാകും, ആലോചനകളാകും നടക്കുക. നേരത്തെ തന്നെ UDF-ന്റെ ഘടകകക്ഷിയായി പ്രഖ്യാപിച്ചാൽ മാത്രമേ ഇനി തെരഞ്ഞെടുപ്പിൽ സഹകരിക്കൂ എന്ന കടുത്ത നിലപാട് അൻവർ പ്രഖ്യാപിച്ചിരുന്നു. ഇനി അത് അത്തരത്തിലൊരു പ്രഖ്യാപനം വരാതെ ഒരു തരത്തിലുള്ള ചർച്ചകൾക്കും തയ്യാറല്ല എന്നും അൻവർ വ്യക്തമാക്കിയിരുന്നു. ഇതിപ്പോൾ ഇന്നലെ രാത്രി അൻവർ നടത്തിയ പ്രസ്താവനകൾ, അതിനെ ചൊല്ലിയുണ്ടായ ചർച്ചകൾ, ഇതൊക്കെ ഇന്നലെ രാത്രിയും തുടർന്നിട്ടുണ്ട്. അതിന്റെ എല്ലാം ഫലമായിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു പകൽ കൂടി അന്തിമ തീരുമാനമെടുക്കുന്നതിന് അൻവർ കാത്തിരിക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യം ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ എന്ത് തീരുമാനം UDF അറിയിക്കും എന്നുള്ളത് തന്നെയാണ്. മാന്യമായ പരിഹാരം പ്രതീക്ഷിക്കുന്നതെന്ന് അൻവർ പറയുമ്പോൾ അൻവറിന്റെ ഇതുവരെ ഉയർത്തിയ ആരോപണങ്ങൾ, അതിലുള്ള അൻവറിന്റെ ആക്ഷേപങ്ങൾ അതൊക്കെ മറന്ന് UDF ഈ തെരഞ്ഞെടുപ്പിന്റെ വിജയമാണ് പ്രധാനമെന്ന്
മനസ്സിലാക്കി അത്തരത്തിലൊരു നിലപാടിലേക്ക് എത്തുമോ എന്നാണ് കണ്ടറിയേണ്ടത്. എന്നാണെങ്കിലും അല്പസമയത്തിനകം അൻവർ ഇപ്പോൾ യോഗത്തിന് നേരത്തെ നിശ്ചയിച്ച തൃണമൂൽ കോൺഗ്രസിന്റെ യോഗത്തിനായി ഇവിടെ നിന്നിറങ്ങും. യോഗത്തിലും ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യും. പക്ഷേ അന്തിമ തീരുമാനം UDFന്റെ ഒരു നിലപാട് എന്താണെന്ന് അറിഞ്ഞതിനു ശേഷം ഇന്ന് വൈകുന്നേരത്തോട് മാത്രമേ പ്രഖ്യാപിക്കുകയുള്ളൂ. അൻവറും UDFും ധാരണയിലേക്കോ എന്നുള്ളതാണ് ഇപ്പോൾ ആകാംക്ഷയായി നിലനിൽക്കുന്നത്. അൻവറിന്റെ വാക്കുകളിൽ നിന്ന് അത്തരത്തിലുള്ള സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. അനുമോദ്, നമുക്കറിയാം അൻവർ സ്ഥാനാർത്ഥിയായാൽ ശക്തമായ ത്രികോണ മത്സരത്തിലേക്ക് പോകും. അതുണ്ടാക്കാൻ പോകുന്നത് വലിയ ക്ഷീണം തന്നെയാണ് UDF. അപ്പോൾ ഈ നിർണായക ഘട്ടത്തിൽ അത്തരത്തിൽ വിട്ടുകളിക്ക് നിൽക്കാൻ UDFന് സാധിക്കില്ല എന്നുള്ളതാണ് രാഷ്ട്രീയ സാഹചര്യം. യാഥാർത്ഥ്യം അത്തരത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് അയയുകയല്ലാതെ UDFന് മറ്റ് നിവർത്തിയില്ല എന്നുള്ള സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു. അങ്ങനെയെങ്കിൽ UDFിലേക്ക് ഒരുപക്ഷെ അൻവർ എത്താൻ, അൻവറിന്റെ ആവശ്യങ്ങൾ എല്ലാം പരിഗണിക്കപ്പെടാൻ ഉള്ള സാധ്യത തന്നെ മുന്നിൽ കാണുന്നു. വരും നിമിഷങ്ങളിൽ നമ്മൾ അത്തരത്തിലുള്ള വാർത്തകൾ UDF ക്യാമ്പിൽ നിന്ന് പ്രതീക്ഷിക്കാം, അല്ലേ? തീർച്ചയായും ആര്യ, ഈ ഒരു തെരഞ്ഞെടുപ്പിൽ UDFന് അൻവർ നിലമ്പൂരിനൊപ്പം നിൽക്കേണ്ടതിന്റെ ആവശ്യകത നന്നായിട്ട് അറിയാം. അൻവറിനാണെങ്കിലും അൻവറിന്റെ രാഷ്ട്രീയ നിലനിൽപ്പിന് UDFനോട് സഹകരിക്കേണ്ട ആവശ്യവും നന്നായിട്ട് അറിയാം. അൻവർ ഇപ്പോഴും ആവശ്യപ്പെടുന്നത് ഒറ്റയ്ക്ക് നിന്ന് പോരാടുന്ന UDF ഘടകകക്ഷിയാക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് എന്നാണ്. അല്ലാതെ UDFുമായി സഹകരിക്കാൻ അൻവറിന് യാതൊരു ബുദ്ധിമുട്ടും അൻവർ എവിടെയും പ്രകടിപ്പിച്ചിട്ടില്ല. അൻവറിന്റെ രാഷ്ട്രീയ നിലനിൽപ്പിന് UDFുമായി സഹകരിച്ച് മുന്നോട്ട് പോകുക തന്നെയാണ് വേണ്ടത്. UDFനാണെങ്കിലും തിരിച്ച് അൻവറിന്റെ സഹകരണങ്ങൾ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ അത് വിജയത്തിന് അത്യാവശ്യവുമാണ്, അനിവാര്യവുമാണ്. അതുകൊണ്ട് തന്നെ ഒരു വെടിനിർത്തലിനെ നിലപാട് മയപ്പെടുത്തുന്നതിന് ഈ കാര്യങ്ങൾ കാരണമായിട്ടുണ്ട് എന്ന് തന്നെ വേണം വിലയിരുത്താൻ. മുസ്ലിം ലീഗിന്റെ ഇടപെടൽ നിർണായകമായിട്ടുണ്ടായിരിക്കും. സ്വാഭാവികമായിട്ടും മുസ്ലിം ലീഗാണ് ഈ വിഷയത്തിൽ എപ്പോഴും അൻവറിന്റെ ആവശ്യങ്ങൾ കോൺഗ്രസിൽ UDFിൽ ഒക്കെ ശക്തമായിട്ട് ഉന്നയിച്ചിട്ടുള്ളത്. അൻവറിനെ ഒപ്പം ചേർക്കേണ്ടതിന്റെ ആവശ്യകത അത് നിലമ്പൂർ മണ്ഡലത്തിൽ മാത്രമല്ല മലബാറിൽ പലയിടത്തും അൻവറിന്റെ സ്വാധീനം ഉണ്ടാകുമെന്ന ഒരു വിലയിരുത്തൽ ലീഗിനുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ ഘട്ടത്തിലും അൻവറിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ലീഗ് കൃത്യമായി ഇടപെടൽ നടത്തിയിട്ടുമുണ്ട്. ലീഗിന്റെ ഇടപെടൽ തന്നെയായിരിക്കും ഇവിടെയും നിർണായകമായിരിക്കുക. പ്രശ്നപരിഹാരത്തിന് വഴിയൊരുങ്ങുന്നു എന്ന ആ സൂചന തന്നെയാണ് അൻവറിന്റെ വാക്കുകളിൽ നിന്നുള്ളത്. ഇന്നലെ അതിരൂക്ഷമായ ഭാഷയിൽ VD സതീശനെയും അതുപോലെ തന്നെ യോഗശേഷം UDFനെയും വിമർശിച്ച അൻവർ ഇന്ന് നിലപാട് മയപ്പെടുത്തി മാന്യമായ ഒരു പരിഹാരം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ പ്രശ്നപരിഹാരത്തിനുള്ള ഇടപെടൽ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്, നടപടികൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അതിൽ അന്തിമമായിട്ടുള്ള ഒരു ധാരണയാണ് ഇനി വരേണ്ടത്. അത് വൈകുന്നേരത്തിനുള്ളിൽ ഉണ്ടാകും എന്ന പ്രതീക്ഷ തന്നെ അൻവർ പങ്കുവെക്കുന്നു. തീർച്ചയായും CV അനുമോദാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.